ശബരിമല യുവതീ പ്രവേശന സമയത്തും സ്വർണ്ണക്കൊള്ള കേസിലും താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ ചർച്ചയാകുന്നു. തനിക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് പിന്നിലെ ഉന്നത നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടുത്തി പത്മകുമാർ ആത്മകഥ എഴുതുന്നതായാണ് വിവരം. തിങ്കളാഴ്ച ചേരുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പത്മകുമാറിനെതിരെയുള്ള അച്ചടക്ക നടപടി ചർച്ച ചെയ്യാനിരിക്കെയാണ് ഈ നിർണായക നീക്കം. ഇടതു സർക്കാർ ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് രഹസ്യ നീക്കം നടത്തിയ ദിവസം തന്നെയും ADGP എസ് ശ്രീജിത്തിനെയും ബോധപൂർവം സന്നിധാനത്ത് നിന്ന് മാറ്റിയെന്നാണ് പത്മകുമാറിന്റെ പ്രധാന വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും DGP ഓഫീസിൽ നിന്നും പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകി തങ്ങളെ വിളിപ്പിക്കുകയായിരുന്നു. പുലർച്ചെ തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ഓഫീസിലെത്തി TV ഓൺ ചെയ്തപ്പോഴാണ് യുവതികൾ മലകയറിയ വിവരം താൻ അറിയുന്നത്. ഇതിനു പിന്നിൽ ചില ഉന്നതരുടെ കരങ്ങളുണ്ടെന്നും ഇക്കാര്യങ്ങളെല്ലാം തന്റെ ആത്മകഥയിൽ ഉണ്ടാകുമെന്നും പത്മകുമാർ അടുത്ത സുഹൃത്തുക്കളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാദമായ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലും താൻ നിരപരാധിയാണെന്നാണ് പത്മകുമാർ അവകാശപ്പെടുന്നത്. കേസിലെ രജിസ്റ്ററിൽ ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തത് മറ്റാരോ ആണ്. അതിൽ ഒപ്പിടാൻ താൻ നിർബന്ധിതനാവുകയായിരുന്നു. ഈ കൈപ്പടയെക്കുറിച്ച് കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പാർട്ടിയിൽ നിന്ന് കടുത്ത അച്ചടക്ക നടപടി ഒഴിവാക്കാനുള്ള പത്മകുമാറിന്റെ സമ്മർദ്ദ തന്ത്രമായാണ് ആത്മകഥാ പ്രഖ്യാപനമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. പലതും പുറത്തു വന്നാൽ ഉന്നതർ കുടുങ്ങുമെന്ന ഭയത്താൽ പ്രശ്നം ഒതുക്കി തീർക്കാനും ചില കോണുകളിൽ നിന്ന് ശ്രമമുണ്ട്. നിലവിൽ CPM ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ തിങ്കളാഴ്ച ചേരുന്ന ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനമുണ്ടാകുമെങ്കിലും വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക പാർട്ടി സംസ്ഥാന കമ്മിറ്റിയായിരിക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട.